വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ. ഇന്ന് നമുക്ക് ചതുരപ്പയർ എങ്ങനെ നമുക്ക് ഉപ്പേരിയൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതായിരുന്നു എല്ലാം സെറ്റപ്പ് ആയിട്ട് ചതുരപ്പയറൊക്കെ കട്ട് ചെയ്തതാണ് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഞാനിപ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി അരിഞ്ഞ് നോക്കാം. അതായത് നമുക്ക് പച്ചമുളക് അരിയാം. ഉള്ളി അരിയല്ല സാധ്യത തന്നെ കണ്ണ്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഞാൻ ചൂടായിരുന്നു നമ്മൾ കുറച്ച് എണ്ണല്ല ഓയിലാണ് ഓക്കെ. കുറച്ച് ഇവിടെ നമുക്കൊന്ന് ചൂടായിക്കൂടാ. നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഉള്ളി നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിപ്പാണ് ചേർക്കണേ. ശരിക്കും ലിക്വിഡാണ് ചേർക്കണം കുറച്ചുകൂടി നല്ലത്. എത്രയും മതിയാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തട്ടിക്കൂട്ടനെയാണ് നോക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഒന്ന് ഉള്ളി വാടിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കും. ശരിക്കും നമ്മൾ പിടിക്കണം. അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതുരപ്പയർ ആഡ് ചെയ്യാം. രണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കിട്ടുന്ന നമുക്ക് ടേസ്റ്റിന് കാര്യങ്ങളൊക്കെ നല്ലതാണ്. കറിവേപ്പില കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചതുരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതുരപ്പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമ്മുടെ പയർ വർഗ്ഗങ്ങളൊക്കെ ഇതിൽ നമുക്ക് അത്യാവശ്യം ഫോസ്ഫറസ് പിന്നെ അയൺ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് നല്ല ഇതാണ്. നമുക്ക് ഇത് കറി വെച്ച് ഉപ്പേരിയൊക്കെ വെച്ച് കൂട്ടുന്നത്. ഇതൊന്ന് നമുക്ക് മെല്ലെ മിക്സ് ചെയ്തെടുക്കണം. രണ്ടും കൂടി ഒരു ഉള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കണം. ആവി വാർത്ത് കഴിഞ്ഞാൽ ആവത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് വെക്കുക. ഇങ്ങനെ ഒരു കുന്നുപോലെ കൂട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഓയിൽ നമുക്ക് ഒരു പൊടിക്ക് ഓയിലോട് വെച്ച് അത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. ഇനി നമുക്ക് മെല്ലെ ഫ്ലെയിം കുറച്ചിടാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് മെല്ലെ അടപ്പ് വെച്ചിട്ട് മൂടിയിടാം. നമ്മുടെ സാധനം ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത് എന്നുള്ളത്, വെന്തോ ഇല്ല എന്നുള്ളത്. വാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ ബൈ.